ഓഗസ്റ്റ് 6 യേശുവിൻ്റെ രൂപാന്തരീകരണം. റോമക്കാർ കൈവശപ്പെടുത്തിയിരുന്ന പുറംജാതീയ ഗ്രീക്ക് പട്ടണമായിരുന്നു സിസേറിയ ഫിലിപ്പി. ഗ്രീക്ക് ദേവനായ പാൻ അവിടെ ഒരു ഗുഹയിൽ ആരാധിക്കപ്പെട്ടു. പുറംജാതീയ ദൈവവുമായുള്ള ബന്ധം കാരണം നെതർ ലോകത്തേക്കുള്ള കവാടം എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്നു. അവിടെ വെച്ചാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് താൻ ആരാണെന്ന് അവർ കരുതുന്നത് എന്ന് ചോദിച്ചത്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ് എന്ന് പത്രോസ് പ്രഖ്യാപിച്ചു. തുടർന്ന് യേശു പത്രോസിനെ അനുഗ്രഹിക്കുകയും തൻ്റെ സഭയെ പത്രോസിൻ്റെ മേൽ പണിയുമെന്നും പ്രഖ്യാപിച്ചു. ഈ സുപ്രധാനമായ കൈമാറ്റത്തിന് ശേഷം യേശു തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ വരാനിരിക്കുന്ന വിധി വെളിപ്പെടുത്തി. കഷ്ടപ്പാടുകൾക്കും മരിക്കുന്നതിനുമായി ജെറുസലേമിലേക്കുള്ള തൻ്റെ യാത്ര. ഈ വെളിപാടിനെ പത്രോസ് എതിർത്തു. അതിനോട് യേശു കർശനമായി പ്രതികരിച്ചു. പത്രോസിൻ്റെ മാനുഷിക ചിന്തയെ ദൈവിക ജ്ഞാനത്താൽ തിരുത്തി. ഇന്ന് നാം ആഘോഷിക്കുന്ന രൂപാന്തരീകരണ തിരുനാളിൻ്റെ സന്ദർഭമാണിത്. ആദ്യം തിന്മയുടെ മേൽ തൻ്റെ സഭയുടെ വിജയം യേശു പ്രഖ്യാപിച്ചു. രണ്ടാമതായി ഈ വിജയം സ്വന്തം കഷ്ടപ്പാടിലൂടെയും മരണത്തിലൂടെയും കൈവരിക്കുമെന്ന് അവൻ അവരെ അറിയിച്ചു. സുവിശേഷങ്ങളനുസരിച്ച് ഈ പഠിപ്പിക്കലുകളുമായി പിടിമുറുക്കാൻ യേശു തൻ്റെ ശിഷ്യന്മാരെ അനുവദിച്ചു. ഈ കാലഘട്ടം അവർക്ക് കഠിനമായിരുന്നു. അവരുടെ പോരാട്ടം മനസ്സിലാക്കിയ യേശു തൻ്റെ ഏറ്റവും അടുത്ത 3 സുഹൃത്തുക്കളായ പത്രോസ്, ജെയിംസ്, യോഹന്നാൻ എന്നിവരെ ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അവൻ അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. ശുദ്ധമായ വെളുത്ത വെളിച്ചം പ്രസരിപ്പിച്ചു. മോശയോടും ഏലിയായോടും സംസാരിക്കുകയും പിതാവിനാൽ തൻ്റെ വ്യക്തിത്വത്തിൽ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു.